CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ തന്നെ വിലക്കിയെന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി വാർത്ത അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നും പി കെ ശ്രീമതി ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് കുറിപ്പിലാണ് പ്രതികരണം. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നൽകിയ ഇളവ് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ തവണ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതി പങ്കെടുത്തില്ല എന്നതായിരുന്നു വാർത്ത. അത് തെറ്റ് എന്നതാണോ പി കെ ശ്രീമതി പറയുന്നത്? അനുജ, ഈ മാസം 19 ചേർന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കാനെത്തിയ പി കെ ശ്രീമതിയാണ് മുഖ്യമന്ത്രി തടഞ്ഞുവെന്ന വിവരം പുറത്തുവരുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചെങ്കിലും സംസ്ഥാനത്ത് ഒരു ഇളവ് നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി കെ ശ്രീമതിയെ മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നതെന്ന് വിലക്കിയത്. ആ യോഗത്തിൽ പങ്കെടുക്കാതെ പി കെ ശ്രീമതി പോവുകയും ചെയ്തിരുന്നു. പിന്നീട് നടന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സെക്രട്ടറി യോഗത്തിൽ പി കെ ശ്രീമതി പങ്കെടുത്തതുമില്ല. എന്നാൽ ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തു. ഇതിനിടയ്ക്ക് പങ്കെടുത്ത മറ്റൊരു പാർട്ടിയുടെ തിരുവനന്തപുരത്തെ പരിപാടി AKG സെന്ററിന്റെ ഉദ്ഘാടനമാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങിപ്പോയ ശ്രീമതി കൊച്ചിയിൽ ഈ പഹൽഗാം ആക്രമണത്തിൽ മരിച്ച രാമേന്ദ്രന്റെ നിര്യാണത്തിലടക്കം അവിടുത്തെ ഫ്യൂണറലടക്കം പങ്കെടുത്തിരുന്നു. എന്നാൽ പിന്നീട് കേന്ദ്ര നേതൃത്വ ഇടപെടൽ തുടർന്നാണ് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ വാർത്ത നിഷേധിച്ചുകൊണ്ട് പി കെ ശ്രീമതി ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അത് പിൻവലിക്കണമെന്നുമാണ് ആവശ്യം. എന്നാൽ പാർട്ടിയുടെ മറ്റ് നേതാക്കളാരും ഈ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. പാർട്ടിക്കകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നീറിപ്പുകയുന്നൊരു വിഷയമാണ് ഇന്ന് വാർത്തയായി പുറത്തു വന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സാധാരണഗതിയിൽ ശ്രീജിത്ത്, ഇങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവുണ്ടായെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കുന്നതിൽ അതിൽ തടസ്സമില്ല എന്നതല്ല രീതി. അനുജ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയ്ക്ക് സാധാരണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അല്ലെങ്കിലും കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ സെക്രട്ടറി യോഗങ്ങൾ പങ്കെടുക്കാറുണ്ട്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ അംഗസംഖ്യ 17ആണ്. അതുകൂടാതെ സംസ്ഥാനത്തുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി ഈ യോഗത്തിൽ പങ്കെടുക്കും. ഒരു വോട്ടെടുപ്പ് നടക്കുന്ന ഒരു വിഷയം വന്നാൽ അവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ പ്രായപരിധിയിൽ ഇളവ് ലഭിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്ന പി കെ ശ്രീമതിക്ക് സംസ്ഥാനത്ത് യാതൊരു ഇളവും നൽകിയിട്ടില്ല. അതുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതാണിപ്പോൾ പാർട്ടിക്കകത്തും പുറത്തും വിവാദമായിരിക്കുന്നത്. ശരി, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തന്നെ വിലക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി നിഷേധിച്ചത്. വാർത്ത അടിസ്ഥാനരഹിതം, അത് പിൻവലിക്കണമെന്നതാണ് പി കെ ശ്രീമതിയുടെ ആവശ്യം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരണം. പിണറായി വിജയൻ അത് അനുമതി നിഷേധിച്ചു എന്ന തരത്തിലാണ് വാർത്ത വന്നത്.